ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു അടിപൊളി ഫ്രെയിമാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്രെയിമിലെ തീം എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്പിറേഷണൽ കോഡ്സ് എല്ലാം വെച്ചിട്ടുണ്ട് ഒരു ഫ്രെയിമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല, നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ ക്രിയേറ്റീവായിട്ട് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫ്രെയിം, നിങ്ങളുടെ വർക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫ്രെയിം, അങ്ങനെ നിങ്ങളുടെ ഐഡിയാസിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ഫ്രെയിമിലെ തീം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മെമ്മറി ഫ്രെയിമാണ്. ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സും ആയിട്ടും പുറത്ത് പോയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെമ്മറി ഫ്രെയിമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ വേറെ വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ക്രിയേറ്റിവിറ്റിയിൽ വന്നിട്ടുള്ള നിങ്ങളുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകൾ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പബ്ലിക് ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ ID ഈ വീഡിയോയുടെ ലാസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ പ്ലേസും ഉൾപ്പെടെ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകളുടെ ഫോട്ടോ എനിക്ക് ആ മെയിൽ ID വഴി സെൻഡ് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി വരുന്ന എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ ഒരു ചാൻസ് മിസ് ചെയ്യണ്ട. ഈ ഒരു ഫ്രെയിം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഞാനെടുത്ത കാർബോണിൻ്റെ തിക്നെസ് വളരെ കുറവായിരുന്നു. ഭയങ്കര ശോചനീയ അവസ്ഥയായിരുന്നു കേട്ടോ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് തന്നെ ചൂസ് ചെയ്യുക. പിന്നെ വളരെ ക്ഷമയുള്ളവർ മാത്രം ഇതുപോലെ ത്രെഡ് ഉപയോഗിച്ച് ചുറ്റാൻ ഇരിക്കുക കേട്ടോ. കാരണം ഞാൻ ആ ഒരു ഫ്രെയിം മൊത്തം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആദ്യം ആ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും, ഞാൻ ആദ്യം നല്ല റോളായിട്ടായിരുന്നു ആ ഒരു ത്രെഡ് ഇരുന്നത്. ലാസ്റ്റ് ചുറ്റി വന്നപ്പോൾ എല്ലാം കൂടെ കുരുങ്ങി മിക്സായി ഒരു പരുവായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എനിക്ക് നല്ല ഫീവറും കോൾഡും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചുറ്റും കിടക്കും, പിന്നെയും കുറച്ച് ചുറ്റും കിടക്കും. അങ്ങനെ ഞാൻ ആ ഒരു ഫ്രെയിം മൊത്തം ചുറ്റിയെടുക്കാൻ തന്നെ കുറച്ച് മണിക്കൂറുകൾ എടുത്തായിരുന്നു. അപ്പോൾ നല്ല ക്ഷമയുള്ളവർ മാത്രം ആ ഒരു ചുറ്റൽ പ്രക്രിയ ചെയ്യുക. ഇല്ലാത്തൊരു പെയിന്റ് ഉപയോഗിച്ച് അത് മൊത്തം പെയിന്റ് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് നമുക്ക് കമന്റ് ആയിട്ട് ചോദിക്കാൻ മറക്കണ്ട. ഞാൻ ഇനി ഇതുപോലൊരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിനകത്ത് മെമ്മറീസ് എന്ന് എഴുതി ഒരു റൈറ്റിങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ബ്രഷ് പെൻ ഉപയോഗിച്ച് ആ ചാർട്ട് പേപ്പറിൽ ഇതുപോലെ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ CD മാർക്കർ ഇല്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് മെമ്മറീസ് എന്ന് എഴുതുന്നത്. നിങ്ങൾ എന്ത് തീമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള റൈറ്റിങ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഞാനിവിടെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഡബിൾ സൈഡഡ് ടേപ്പ് ഉപയോഗിച്ച് ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഒക്കെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് എല്ലാം പേപ്പർ ക്ലിപ്പ് ഉപയോഗിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ പേപ്പർ ക്ലിപ്പ് എല്ലാം ഞാൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവർക്കായിട്ട് ഞാൻ ഇവിടെ ഐകാർട്ടിൽ കൊടുത്തേക്കാം. മസ്റ്റ് ആയിട്ട് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. പേപ്പർ ക്ലിപ്സിന്റെ എണ്ണം കുറവായതുകൊണ്ട് കുറച്ച് ഫോട്ടോസ് മാത്രമേ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ? എങ്ങനെയുണ്ട്? സംഭവം പൊളിയല്ലേ? അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പൊ നിങ്ങളുടെ വർക്കൊന്നും സെൻഡ് ചെയ്ത് തരുന്ന കാര്യവും മറക്കണ്ട. ഒപ്പം ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ.